നോയിഡയിലെ തൊഴിലാളികൾ മിനിമം കൂലിക്ക് വേണ്ടി അവർ രംഗത്തിറങ്ങുകയാണ്. ഒരു ദിവസം ഒരു 500 രൂപ പോലും 10-18 മണിക്കൂർ പണിയെടുക്കുന്ന അവർ താമസിക്കുന്ന ഗലികളെ കുറിച്ച് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ കാണിച്ചു. എത്ര ഭീകരമായ അവസ്ഥയിലാണ് ദില്ലി ഇന്ത്യൻ രാജ്യ തലസ്ഥാനത്തോട് നോയിഡ എന്ന് പറയുന്ന തൊട്ട് UP-യോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും മെട്രോപൊളിറ്റൻ എന്ന് പറയാവുന്ന 2 പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ എന്താണ് എന്നുള്ളത്. ഇത്രമാത്രം കോടി രൂപ ഇവർ ഈ സംസ്ഥാനങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിലും അവിടുത്തെ സാധാരണക്കാരൻ്റെ, അവിടുത്തെ പാവപ്പെട്ടവൻ്റെ ഒരു മിഡിൽ ഇൻകം ഗ്രൂപ്പിൻ്റെ ഒരു മനുഷ്യൻ്റെയും ജീവിത സാഹചര്യത്തിന് ഒരു മാറ്റവുമല്ല. ഇതെല്ലാം കുറച്ച് ആൾക്കാരുടെ കൈവശത്തേക്ക് പോവുകയാണ്. അതെ, തീർച്ചയായിട്ടും. അതായത് ഇപ്പൊ നോയിഡയിലെ പ്രശ്നം തന്നെ അതെങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്, അതിനെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? പാകിസ്ഥാനാണ് ഈ സമരം നടത്തുന്നത്. പാകിസ്ഥാന്റെ ചാരപ്രവർത്തനം വഴിയാണ് നോയിഡയിലെ ജനങ്ങൾ തെരുവിലിറങ്ങിയത് എന്നാണ് പറയുന്നത്. നിവൃത്തികേട് കൊണ്ട് ഒരു തരത്തിലുള്ള തൊഴിലാളി സംഘടനാ പ്രവർത്തനവും ഒന്നും അനുവദിക്കാതിരിക്കുന്ന ഒരു പ്രദേശത്ത് ഒരാഹ്വാനമോ ഒരു കമ്മിറ്റി തീരുമാനമോ ഒന്നുമില്ലാതെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി അക്രമം നടത്തണമെന്നുണ്ടെങ്കിൽ നിവൃത്തികേടല്ലാതെ നമുക്ക് എന്താണ്? ജീവിക്കാൻ കഴിയുന്നില്ല. 12,000 രൂപയാണ് 12 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ ഒരാൾക്ക് കിട്ടുന്ന വേതനം. 12,000 രൂപ ഒരു മാസം. അതുകൊണ്ട് ജീവിക്കുന്ന അതിനെ കുറിച്ചുള്ള ഓൺലൈനിലുള്ള വീഡിയോകളൊക്കെ ഞാനും കണ്ടതാണ്. നമുക്ക് പരമദയനീയം എന്ന് തന്നെ, ഇത് തന്നെയാണ് ഇന്ത്യയിലെ പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ഥിതി. നമുക്ക് അത് വ്യത്യസ്തമായ ഒന്നുമല്ല. പക്ഷെ നോയിഡ എന്ന് പറയുന്നത് ഡൽഹിക്ക് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. UP-യിലെ ഇന്ത്യയിലെ വലിയ കൊട്ടിഘോഷിക്കുന്ന ഒരു കാര്യമാണ് ലോകത്തിന്റെ മുമ്പാകെ. നോയിഡ ഇന്ത്യയുടെ ഒരു വ്യവസായ മേഖലയുടെ ഇതെന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്ന സ്ഥലമാണ്. അവിടെയുള്ള അവസ്ഥ നമുക്കറിയാം. അപ്പൊ ഇത്തരത്തിൽ പണം കൊണ്ടുപോകുമ്പോൾ അത് ദൂർത്തടിക്കപ്പെടുന്നു. അത് ചില ആളുകളുടെ കയ്യിലേക്ക് സർക്കാർ ഫണ്ടുകൾ, കോർപ്പറേറ്റുകളിലെ തങ്ങളുടെ ഇഷ്ടക്കാരായ ചെങ്ങാത്ത മുതലാളിമാരുടെയും കൈകളിലേക്കാണ് ഈ നമ്മളിൽ നിന്ന് പിരിക്കുന്ന പണം പോകുന്നത്. അവിടുത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു, അവർക്ക് ക്ഷേമം ഉണ്ടായി, അവർക്ക് പുരോഗതി ഉണ്ടായെങ്കിൽ നമുക്കത് അംഗീകരിക്കാവുന്നതാണ്. പക്ഷെ അതുണ്ടാവുന്നില്ല. ഈ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇന്നും റോഡരികിൽ വെടിയിടത്ത് വിസർജനം നടത്തേണ്ടി വരുന്ന സംസ്ഥാനങ്ങളെ കുറിച്ച് ബീഹാറിലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് നമ്മൾ അറിയാം. അപ്പൊ ഇതെല്ലാം നടക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പണം തങ്ങളുടെ താല്പര്യക്കാരുടെയും മുതലാളിമാരുടെയും അതുപോലെ തന്നെ സംഘപരിവാർ ബന്ധമുള്ള ആളുകളുടെ കൈകളിലേക്കും ഒഴുകിപ്പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരം ചൂഷണം നടക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനം അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന, മര്യാദയ്ക്ക് ജീവിക്കുന്ന, അത്യാവശ്യം ജീവിത നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞ സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്ന മനോഭാവത്തിലേക്ക്, ആ പൊളിറ്റിക്കൽ പ്രോസസ്സിൽ പോലും അപ്രസക്തരാക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ നമ്മൾ പിന്നെ എന്തിനാ ഈ സംവിധാനത്തിൽ തുടരുന്നത് എന്നുള്ള ചിന്ത ഉയരില്ല. നമ്മളെന്തിനാ ഒരു രാജ്യം എന്ന് പറഞ്ഞ് നമ്മുടെ താല്പര്യങ്ങൾ അവഗണിക്കപ്പെടുന്നു, നമ്മുടെ ശബ്ദം കേൾക്കുന്നില്ല, അത് കേൾക്കാൻ ആളില്ല എന്ന് പറയുന്നിടത്ത് നമ്മളൊരു രാജ്യമാണെന്ന് പറഞ്ഞു നിൽക്കുന്നതിൽ പ്രസക്തിയില്ലല്ലോ. ആ രാജ്യം എന്ന് പറയുന്നത് എല്ലാവരെയും കേൾക്കാൻ കഴിയണം. ഇതിനകത്ത് തന്നെ ഈ വിഷയത്തിൽ തന്നെ ഇത് അഡ്രസ് ചെയ്യാവുന്ന രീതികളുണ്ട്. അതായത് വെറും സെൻസസ് മാത്രം ജനസംഖ്യ നോക്കാതെ പ്രാതിനിധ്യം നിശ്ചയിക്കുന്നതിന് പല പാറ്റേണുകൾ കൊണ്ടുവരാം. പക്ഷെ അവർ മനസ്സിലാക്കി 850 സീറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 450 പരം സീറ്റുകൾ ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടാവും. അത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാവും. അപ്പൊ അങ്ങനെ ഉള്ളൊരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളെ തകർക്കുന്ന ഒരു രീതിയിലായിരിക്കും. നമുക്ക് ഒരു ഇഞ്ച് പോലും ഇത് ഗൗരവത്തിൽ ഒരു പക്ഷേ ഇന്നും നമ്മുടെ മീഡിയയോ ജനങ്ങളോ കാണുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി അവശേഷിക്കുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതിരിക്കുന്നു. നമ്മൾ ഈ സംവിധാനത്തിൽ തുടരണോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ ഉയരുന്നത്. ആത്യന്തികമായി അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പണ്ട് ഇതേ പ്രശ്നത്തിൽ ഇതുപോലെ ഒരു അവഗണനയുടെ പേരിൽ കരുണാനിധി ഇന്ത്യ വിട്ടു പോകും, തമിഴ്നാട് സ്വതന്ത്രമാകും, അല്ലെങ്കിൽ ഇന്ത്യൻ പതാക, ദേശീയ പതാക കത്തിക്കുകയോ ചെയ്യുന്ന സംഭവമൊക്കെ ഉണ്ടായി. തമിഴ് വികാരം എന്ന് പറയുന്നത് ചെറിയ ഒരു കളിയല്ല, അത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇതിന്റെ ഏറ്റവും ഗുരുതരമായൊരു ഗൗരവത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അവരത് മനസ്സിലാക്കുന്നു, കൃത്യമായി മനസ്സിലാക്കുന്നു. അടിമകളാക്കാനും പൊളിറ്റിക്കലി എക്സ്പ്ലോയിറ്റ് ചെയ്യാനും ഇക്കണോമിക്കലി ചൂഷണം ചെയ്യാനും ഒക്കെയുള്ള കേന്ദ്രങ്ങൾ മാത്രമായി, നേരത്തെ ജോൺ ബുട്ടാസ് പറഞ്ഞതുപോലെ തന്നെ ഒരു കോളനിയായി അവരെ സബ്സിഡൈസ് ചെയ്യാൻ കഴിയുന്ന, അവർക്ക് പണം ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന, സമ്പത്ത് ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന വെറും ബ്രിട്ടീഷ് കോളനികളുടെ കാലത്ത് എങ്ങനെയായിരുന്നോ ഇന്ത്യ,
അതുപോലൊരു കോളനികളായി ഈ സംസ്ഥാനങ്ങൾ മാറ്റുന്ന നിലയിലേക്ക് പോകും. അതാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാതലായ പ്രശ്നം. അതുകൊണ്ട് ഇതിനെതിരെ ഉയർന്നു വരണം ജനകീയ പ്രതിരോധവും ശക്തമായ പ്രതിഷേധവും. ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്ത നിലയിലേക്ക് പോകേണ്ടിയിരിക്കുന്നത്. കാരണം ഇപ്പൊ പാർലമെന്റിൽ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് പരാജയപ്പെടുന്ന സ്ഥിതി ഉണ്ടാകാം, പാസ്സാവില്ലായിരിക്കും. അപ്പൊ പിന്നെ വരാൻ പോകുന്നത് പുരോഗമനപരമായ കാര്യങ്ങൾ ഇവരെല്ലാവരും കൂടെ എതിർത്ത് തകർത്തു തോൽപ്പിച്ചു എന്നായിരിക്കും പറയാൻ പോകുന്നത്. പക്ഷെ ദീർഘകാലത്തേക്ക് ഈ പദ്ധതി അവരുടെ മനസ്സിലുണ്ട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ മണ്ഡലങ്ങളുടെ ഡീലിമിറ്റേഷൻ, ഇത് രണ്ടും പോകുന്നത് ഏകാധിപത്യത്തിലേക്കാണ്. ഒരു പാർട്ടിയുടെ മാത്രം സമഗ്രാധിപത്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു അജണ്ടയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്.